ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അന്ത്യവിധി എന്നതിനെ കുറിച്ചാണ്. അന്ത്യവിധി, അതായത് നമ്മൾ മരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സകല പ്രവൃത്തികളും അനുസരിച്ച് നമുക്കൊരു വിധിയുണ്ട്. അതാണ് ന്യായവിധി അല്ലെങ്കിൽ തനത് വിധി. ആ സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും, ഒന്നുകിൽ നരകം, അല്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. അത് മരിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഏതാണ്ട് മരിക്കുന്ന വ്യക്തികൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. സ്വർഗമാണെങ്കിൽ യേശുവും മാലാഖമാരൊക്കെ വരുന്നത് കാണാൻ പറ്റും. നരകമാണെങ്കിൽ അഗ്നികുണ്ഡം ഇറങ്ങി ഇങ്ങനെ വരണത്, തീക്കുണ്ഡം വരുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ പിശാചുകളെല്ലാം മരിക്കുമ്പം കാണാൻ പറ്റും. അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ശുദ്ധീകരണ അഗ്നി നമുക്ക് കാണാൻ പറ്റും. അത് മരിക്കുന്ന വ്യക്തികൾക്ക് ഏതാണ്ട് ആ സമയത്ത് ഏതാണ്ട് മനസ്സിലാവും. അത് എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എന്താണ് അന്ത്യവിധി? അന്ത്യവിധിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? തനത് വിധിയുടെ സ്ഥിരീകരണവും പൊതുപ്രഖ്യാപനവുമാണ് അന്ത്യവിധിയിൽ സംഭവിക്കുന്നത്. അന്ത്യവിധി എന്ന് പറഞ്ഞാൽ യേശു വാനമേഘങ്ങളിൽ നിത്യവിധിയാളനായി മാലാഖമാരുടെ അകമ്പടിയോടെ പ്രധാന ദൂതൻ്റെ കാഹള ശബ്ദത്തോടെ തൻ്റെ വിശുദ്ധരുടെ 10,000-ങ്ങളോടെ അഗ്നിജ്വാലയിൽ എല്ലാവർക്കും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന വിധം യേശു വരും. അതാണ് യേശുവിൻ്റെ 2ാം വരവ്. ആ യേശുവിൻ്റെ 2ാം വരവെങ്കിൽ ഈ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും യേശുവിൻ്റെ അരികിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. നല്ല മനുഷ്യർ, സ്വർഗത്തിന് അർഹരായ മനുഷ്യരെ വലതുവശത്ത് നിർത്തും, നരകത്തിന് അർഹരായ മനുഷ്യരെ ഇടതുവശത്ത് നിർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം യേശു സ്വർഗത്തിന് യോഗ്യരായവരെ സ്വർഗത്തിലേക്കും നരകത്തിന് അർഹരായവർ നരകത്തിലേക്കും വിട്ട് അന്ത്യവിധി പ്രഖ്യാപിക്കും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ന്യായമായി വരുന്ന സംശയം എങ്ങനെയാണ്? തനത് വിധിയിൽ മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് നരകമാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ പിന്നെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ ജപങ്ങളും പ്രാർത്ഥനകളും കാഴ്ചകളൊക്കെ സമർപ്പിച്ചാൽ ആ നരകത്തിലേക്ക് പോയവരെ അന്ത്യവിധിയാകുമ്പോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ സഭ ദൈവമക്കളെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? ഒരു വ്യക്തി മരിക്കുമ്പോൾ നരകത്തിലേക്കാണ് വിധിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ തനത് വിധിക്ക് പിന്നെ ഒരിക്കലും വ്യത്യാസം വരികയില്ല. അന്ത്യവിധിയിലും അയാൾ നരകത്തിൽ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. മരിക്കുമ്പോൾ ഒരാൾ സ്വർഗത്തിലേക്കാണ് വിധിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ അന്ത്യവിധിയിൽ പിന്നെ മാറ്റമില്ല. ആ അന്ത്യവിധിയിലും അയാൾ സ്വർഗത്തിലേക്ക് തന്നെ ആയിരിക്കും നിയോഗിക്കപ്പെടുക. പിന്നെ എന്താണ് പൊതുവിധി അഥവാ അന്ത്യവിധി? ലാസ്റ്റ് ജഡ്ജ്മെന്റ്. എന്താണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് അഥവാ അന്ത്യവിധി എന്ന് പറയുന്നത്? തനത് വിധിയുടെ സ്ഥിരീകരണവും പൊതുപ്രഖ്യാപനവുമാണ് അന്ത്യവിധിയിൽ സംഭവിക്കുന്നത്. തനത് വിധിയുടെ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിക്കുക. പൊതുപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുമെന്ന് പൊതുപ്രഖ്യാപനം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതിപ്പോൾ അറിയാൻ പറ്റില്ല, നരകത്തിലാണോ എന്നാൽ പൊതുവിധിയുടെ സമയത്ത് ആളെ തിരിച്ചറിയും. അന്ന് വട്ടായിലച്ചൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ വിചാരിക്കും അച്ഛൻ നല്ല അച്ഛനായിരിക്കുമെന്ന്. പക്ഷേ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ ഈ അച്ഛൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി. അന്ത്യവിധിയുടെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അതാ നമ്മുടെ വട്ടായിലച്ചൻ, ഒരു ഉഗ്ര സൂര്യൻ അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വികാരിയച്ഛൻ എവിടെയാണെന്ന് അന്ന് അറിയാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. സന്തോഷമായി. നമ്മളെവിടെ പോയാലും കുഴപ്പമില്ല, നമ്മുടെ വികാരിച്ചൻ എവിടെയാണെന്ന്. ഇതാണ് നമ്മുടെ ആ പാർട്ടികൾ കേട്ടോ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ പഠിപ്പിച്ച മാഷന്മാരെവിടെയാണെന്ന് അന്ന് നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾക്ക് ഇപ്പം അറിയാൻ പാടില്ല അവരുടെ മാഷന്മാരെവിടെയാണെന്ന് ഇപ്പം അറിയാൻ പറ്റില്ല, എന്നാൽ അന്ന് അറിയാൻ പറ്റും. മാഷന്മാർക്ക് അവർ പഠിപ്പിച്ച കുട്ടികൾ, നിങ്ങൾ പഠിപ്പിച്ച ഓരോ പഠനങ്ങൾ കിട്ടിയിട്ട് ആ കുട്ടികളുടെ ആത്മാവ് നരകത്തിൽ പോയോ സ്വർഗത്തിൽ പോയോ എന്ന് അവരുടെ കുട്ടികളുടെ ആത്മാവിൻ്റെ സ്ഥിതി അന്ന് നമുക്ക് കാണാൻ പറ്റും. ഓരോ അമ്മമാർക്കും തൻ്റെ മക്കളെ കാണാൻ പറ്റും. ചിലപ്പോൾ മക്കൾ നരകത്തിലായിരിക്കാം, ചിലപ്പോൾ മക്കൾ സ്വർഗത്തിലായിരിക്കാം. അതാണ് പൊതുവിധി അഥവാ അന്ത്യവിധി. പൊതുവിധിയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഒരു ഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1 തെസ്സലോനി 4 അധ്യായം 16 17 തിരുലിഖിതങ്ങൾ. അത് വായിക്കുന്നത് എങ്ങനെയാണ്? ഉറക്കെ വായിക്കാവോ? എന്തെന്നാൽ ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ അന്ത്യവിധിയുടെ പ്രത്യേകത, അന്ന് 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അന്ന് വരെ മരണം വഴി വേർപെട്ട് പോയ എല്ലാവരും അന്ന് ഉയർത്തെഴുന്നേറ്റ് വരും. 2, മരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർ ആകാശത്തിലേക്ക് എടുക്കപ്പെടും. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സർവരും യേശുവിൻ്റെ സന്നിധാനത്തിങ്കൽ ഒരുമിച്ച് കൂടുന്ന വലിയ ഒരു മീറ്റിംഗ്, മനുഷ്യനായി ഭൂമി ജനിച്ചുള്ള സർവ്വ മനുഷ്യരും സമ്മേളിക്കുന്ന വലിയൊരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ യേശുവായിരിക്കും. യേശു അധ്യക്ഷനായുള്ള ആ വലിയ മീറ്റിങ്ങിൽ വെച്ചിട്ട് നമ്മൾ 2ആയി വേർതിരിക്കപ്പെടും. അപ്പോൾ 1 തെസ്സലോനി 4 അധ്യായം 16 വാക്യത്തിൽ പറഞ്ഞത് എങ്ങനെയാണ്? അധികാരപൂർണമായ ആജ്ഞാവചനങ്ങൾ കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അന്ത്യവിധിയിൽ സംഭവിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യമാണ് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ്. അതായത് നമ്മളുടെ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഓൾട്ടർ ബോയ് ആയി വികാരിച്ചന്മാരുടെ കൂടെ നടക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ മരിച്ചടക്ക് വരുമ്പോൾ ഞാനും കൂടെ പോകും. എനിക്ക് മരിച്ചവരെ പേടിയാണെങ്കിൽ അച്ഛന്മാരുടെ കൂടെ നിൽക്കാൻ പേടിയില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അച്ഛൻ ഞങ്ങൾ സീറോ മലബാർ സഭയുടെ ആ രീതി അനുസരിച്ച് കുഴിമാടം വെഞ്ചിരിക്കും. കുഴിമാടം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കുഴി വെഞ്ചിരിക്കും, ശവക്കുഴി വെഞ്ചിരിക്കും, കല്ലറ വെഞ്ചിരിക്കും. കല്ലറ വെഞ്ചിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും: അന്ത്യദിനത്തിൽ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് വരെ നിത്യവിശ്രമം കൊള്ളണ്ട ഈ കബറിടം എത്ര മനോഹരമാകുന്നു എന്ന് പറഞ്ഞ് വെഞ്ചിരിക്കും. അപ്പം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുക. എൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു ചെറിയ ഒരു സംശയം, ഈ അച്ഛന് ബുദ്ധിയും ബോധമൊന്നും ഇല്ലേ? ഇത് യേശുവിൻ്റെ 2ാം വരവ് വരെ ഈ മത്തായിച്ചേട്ടൻ ഇവിടെ കിടക്കുമോ? എനിക്ക് അന്ന് വലിയ ബുദ്ധിയില്ലെങ്കിലും 8ാം ക്ലാസ്സിലായിട്ടുള്ള എനിക്കറിയാം ഈ മത്തായിച്ചേട്ടൻ 1 മാസം 2 മാസത്തിനുള്ളിൽ പീസാവും. നല്ല നല്ല വലിയ വലിയ പുഴുക്കൾ വന്ന് മത്തായിച്ചേട്ടനെ തിന്നും. അല്ലെങ്കിൽ തൊട്ടടുത്ത് വല്ല വാഴയോ വല്ല മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മത്തായിച്ചേട്ടനെ വലിച്ചെടുക്കും. അത് എവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരും? പറ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിനെക്കുറിച്ചൊരു ഉത്ബോധനം നൽകി. അപ്പോൾ അതിനകത്ത് 990 ഖണ്ഡിക അവിടെ വായിക്കുന്ന എങ്ങനെയാണ്: ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നതിന് മരണശേഷം അമർത്യമായ ആത്മാവ് ജീവിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ മർത്യമായ ശരീരം പോലും ജീവനിലേക്ക് വരും എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ആത്മാവ് മാത്രമാണ് പ്രധാനപ്പെട്ടതെന്നും ശരീരം ഒന്നിനും കൊള്ളാത്തതാണെന്നും വിശ്വസിക്കുന്നില്ല. ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് ആത്മാവും ശരീരവും 2ഉം വിശുദ്ധമാണ്, 2ഉം പ്രധാനപ്പെട്ടതാണ്, ഇത് 2ഉം സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചത് പരിശുദ്ധ മാതാവ് ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പോയെന്ന് കേട്ടിട്ടുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റ് പോയെന്ന്, ഇത് 2 ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എൻ്റെ ശരീരം സ്വർഗത്തിൽ കയറുമെന്ന് ഞാൻ ഗൗരവത്തിൽ ചിന്തിച്ചിട്ടിരുന്നില്ല. എന്നാൽ സഭ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. എൻ്റെ ശരീരം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ശരീരം സ്വർഗത്തിൽ പോകാനുള്ള ശരീരമാണ്. ഈ ശരീരത്തിൽ വൃത്തികേട് കാണിക്കരുത്, ഈ ശരീരത്തെ അശുദ്ധമാക്കരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇത് വായിച്ചപ്പോൾ 990 ഖണ്ഡിക വായിച്ചപ്പോൾ ഞാൻ പിന്നെയും ചിന്തിച്ചു, ദൈവമേ, അങ്ങനെ ഈ ശരീരം കയറുമോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അന്നത്തെ സ്ഥിതി? ഇങ്ങനെയൊക്കെ എനിക്ക് ഭാവന വരാൻ തുടങ്ങി. അപ്പോഴാണ് 997 ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. മരണത്തിൽ ശരീരം ആത്മാവിൽ നിന്ന് വേർപെടുമ്പോൾ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് നമ്മുടെ ശരീരങ്ങളെ
വീണ്ടും ആത്മാവിനോട് ചേർത്ത് ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവൻ പ്രദാനം ചെയ്യും. സ്വർഗത്തിൽ ചെല്ലുന്ന ആത്മാവ് മണ്ണിൽ വെച്ചിരിക്കുന്ന ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നും വീണ്ടും ഒരിക്കൽ കൂടെ ഈ ശരീരത്തോട് കൂടെ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഒരു ജീവിതമുണ്ടെന്ന് പ്രത്യാശിച്ച് ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് വരാൻ വേണ്ടി സ്വർഗത്തിൽ ചെല്ലുന്ന ആത്മാവ് ഈ ശരീരത്തെയും കാത്ത് സ്വർഗത്തിൽ ഇരിക്കുകയാണ്. അതാണ് സഭ 997 ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നത്. മഹത്തീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി ഈ ആത്മാവ് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ നിന്ന് ഒരു ചേട്ടൻ കല്യാണം കഴിച്ചു, ഒരു ചേട്ടത്തിനെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു ചേട്ടത്തി ഒരു ചേട്ടനെ കല്യാണം കഴിച്ചു. UK നേഴ്സാന്ന് വിചാരിക്കുക. UK നേഴ്സായ ആ കുട്ടി ഭർത്താവിനെ കല്യാണം കഴിച്ചതിന് ശേഷം UK തിരിച്ചു പോയി. എന്നിട്ട് UK ചെന്ന് ഒരു വിസ സംഘടിപ്പിച്ച് ഈ ഭർത്താവിനോട് അയച്ചു കൊടുത്തിട്ട് ഈ ഭർത്താവിനെയും കൂടി ഇവിടുന്ന് UK കൊണ്ടുപോയിട്ട് പിന്നെ ലണ്ടനിൽ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ആ ലണ്ടനിൽ ചെല്ലുന്ന നേഴ്സ് സ്വപ്നം കണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആദ്യം സ്വർഗത്തിൽ ചെല്ലുന്ന ആത്മാവ് ഈ മണ്ണിൽ വെച്ചിരുന്ന ഈ ശരീരത്തെ വീണ്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഒരു നല്ല ദിവസത്തിന് വേണ്ടി ആത്മാവ് സ്വർഗത്തിൽ കാത്തുകാത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവം ഇതെങ്ങനെ ഇത് ഒന്നൊന്നിനോട് ചേർക്കണ്ടേ? വട്ടാലിച്ചൻ്റെ എല്ലും വട്ടാലിച്ചൻ്റെ കൈയുടെ എല്ലും കാലിൻ്റെ എല്ലും തലയോട്ടിയും ഈ മറ്റ് അസ്ഥികളെല്ലാം കൂടി നമ്മളൊരു പാക്കറ്റാക്കി വെച്ചിരിക്കുമെന്നല്ലോ. ഇത് ഭൂമി മരിച്ചു കിടക്കണവരങ്ങനെ ചിന്തിച്ചതറി കിടക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ യോജിക്കും എന്ന് എനിക്ക് സംശയം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ആരെയും പേരൊന്നും എഴുതി വച്ചിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് ദൈവം ബൈബിളിൽ ഒരു ചെറിയ ഒരു ഡിസ്പ്ലേ കാണിച്ചു തന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എസെക്കിയേലിൻ്റെ പുസ്തകം 37 അധ്യായം. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 37 അധ്യായത്തിൽ ഒരു രംഗമുണ്ട്, അസ്ഥികളുടെ താഴ്വര. ഒരു ദിവസം ദൈവം പ്രവാചകനെ ഒരു വലിയ സത്യം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. പ്രവാചകനെ പിടിച്ച് ഒരു വലിയ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അതിനെക്കുറിച്ച് എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സസ് 1 to 10 അത് 1-2 വാക്യങ്ങൾ വായിക്കുക. അതിങ്ങനെ വായിക്കുന്നത്, കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. ഇനി ഉറക്കെ വായിച്ചേ. അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ പ്രവാചകൻ വേറെ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ദൈവം പ്രവാചകൻ എടുത്ത് വേറെ ഒരു വലിയ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അതൊരു ഗ്രൗണ്ട് അല്ല, ഒരു മൈതാനമല്ലായിരുന്നു. അതെന്തായിരുന്നു? ഒരു വലിയ താഴ്വരയായിരുന്നു. ഒരു വാലിയിൽ കൊണ്ടുവന്ന് നിർത്തി. എന്താ വാലിയുടെ പ്രത്യേകത? അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു താഴ്വര. അസ്ഥികൾ അവിടെ ഇവിടെ ചിന്നി കിടക്കുന്നതല്ല, അസ്ഥികൾ ചെതറി കിടക്കുന്നതല്ല, അസ്ഥികൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അടുത്ത വാക്യം, അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അപ്പോൾ പ്രവാചകൻ അതിന് ചുറ്റും നടന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് റിപ്പോർട്ട് തരികയാണ്. വരണ്ട് കിടക്കുന്ന ദ്രവിച്ച അസ്ഥികളായിരുന്നു ആ അസ്ഥികളെന്ന് പ്രവാചകൻ നമുക്ക് ഒരു റിപ്പോർട്ട് തരുന്നുണ്ട്. എന്നിട്ട് ദൈവം പ്രവാചകൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. പ്രവാചക മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? പ്രവാചകൻ പറയാണ്, അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ ദൈവം അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുക, അവയോട് പറയുക, ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ചുപിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും, അപ്പോൾ നിങ്ങൾ ജീവൻ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് അങ്ങോട്ട് പ്രഖ്യാപിക്കാൻ പ്രവാചകനോട് ദൈവം പറഞ്ഞു. പ്രവാചകന് ഇവന് സംശയമൊന്നുമില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ കണ്ണു അടച്ച് പ്രഖ്യാപിക്കും. പ്രവാചകൻ കണ്ണു അടച്ചങ്ങോട്ട് പ്രഖ്യാപിച്ചു, വരണ്ട അസ്ഥികളെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവാചകൻ നോക്കുമ്പോൾ ക്ഷണനേരം കൊണ്ട് ആ മൈതാനം മുഴുവൻ അസ്ഥികൂടങ്ങൾ എഴുന്നേറ്റ് നിന്നു. 1-2 അല്ല, ആയിരക്കണക്കിന് അസ്ഥികൂടങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. സ്കെൽട്ടൻ മാത്രം 32 പല്ലും കാട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വേറെ ആരുമില്ല മനുഷ്യർ. ഈ എസെക്കിയേൽ മാത്രം ഈ അസ്ഥികൂടത്തിൻ്റെ നടുവിൽ ഇതുങ്ങളെല്ലാം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അസ്ഥികൂടങ്ങളെല്ലാം ആയിരക്കണക്കിന്, അതിൻ്റെ നടുവിൽ ജീവനോടെ ഒരാൾ മാത്രം. അയാളുടെ ചങ്കിട് പുറത്ത് നോക്ക്.
ഹല്ലേലൂയ. ഉടനെ പ്രവാചകനോട് ദൈവം ചോദിച്ചു, ഇതിന് മാംസവും ചർമ്മമൊക്കെ വരുമോയെന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, കർത്താവേ എന്താച്ചാ വേഗം പറ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇതാ ഇതിൻ്റെ മുകളിലൊക്കെ മാംസം വന്നു വന്നു, ഞരമ്പുകൾ പായാൻ തുടങ്ങി. ഞരമ്പുകൾ, പേശികൾ, മാംസം, തൊലി. പെയിൻറ്റിങ് നടന്നുകൊണ്ടിരുന്നു. മറിയാമ്മയുടെ പഴയ കളർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതേ പെയിൻറ്റ് തന്നെ കൊണ്ടടിച്ച്. ഉടനെ ദൈവം അടുത്ത ചോദ്യം, പ്രവാചക ഇതിന് ജീവിക്കാൻ പറ്റുന്ന അനക്കമുണ്ടാവുമോ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല, വേണ്ടത് വേഗം ചെയ്തോളാൻ പറഞ്ഞു, പേടിയായിട്ട് പാടില്ലെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, 4 വായുക്കളിൽ നിന്ന് ജീവശ്വാസത്തോട് ഈ നിഹതന്മാരുടെ മേൽ വീശുക എന്ന് പറയാൻ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു. അതാണ് 37-9 വാക്യം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, ഉറക്കെ വായിക്കൂ, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ അവർ ജീവൻ പ്രാപിച്ച് ഒരു വലിയ സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. ഇതാ ഇപ്പൊ ഈ ഡെഡ് ബോഡി ഉണ്ടല്ലോ, ശവപ്പെട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നത് പ്രേതം, അതിൻ്റെ മേൽ ജീവൻ കയറി. ഇപ്പൊ അത് പതുക്കെ കണ്ണ് തുറന്ന് കഴുത്ത് പതുക്കെ അനങ്ങാൻ തുടങ്ങി. പ്രൈസല്ലോ. അത് കൈയൊക്കെ പതുക്കെ അനക്കി നോക്കി. ആയിരക്കണക്കിന് വർഷങ്ങളായി അനങ്ങാതെ ഇങ്ങനെ കടന്നിരുന്ന ഫ്രീസറിൽ വെച്ചതേ, അതെല്ലാം കൈയൊക്കെ ഇങ്ങനെ ആക്കി. അപ്പോഴേക്ക് വേഗം ഒരാൾ പോയി ചായക്കട തുടങ്ങി, ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഒരുപാട് കാലമായി ഭക്ഷണം കഴിച്ചിട്ട് വിശന്നിട്ട് പാടില്ല. നല്ല ചിലവുള്ള ഹോട്ടൽ അവിടെ ഉണ്ടാവും. എന്തായാലും ഈ ഡെഡ് ബോഡികളെല്ലാം കൂടെ അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് അവരുടെ പഴയ ശരീരം തിരിച്ചു കിട്ടി. അതുങ്ങളെല്ലാം ഒരു മഹാസൈന്യം പോലെ നീങ്ങാൻ തുടങ്ങി. ഈ ഒരു കാര്യം ദൈവം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ദൈവം എന്നോട് ചോദിച്ചു, ഒരു പ്രവാചകൻ ദൈവം പറഞ്ഞിട്ട് ദൈവം പറഞ്ഞ വാക്കുകൾ പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മരിച്ചു പോയവർക്ക് അവരുടെ അസ്ഥികൾ ഒരുമിച്ച് കൂടി, അവരുടെ മേൽ മാംസം വന്നു, അവരുടെ മേൽ തൊലി വന്നു, അവർക്ക് ജീവൻ കിട്ടി, അവർ ആദ്യത്തെ പോലെ മനുഷ്യന്മാരായി മാറി. അങ്ങനെയെങ്കിൽ സാക്ഷാൽ ദൈവം നേരിട്ട് പറഞ്ഞാൽ ഇത് സംഭവിക്കാതിരിക്കുമോ? സംഭവിക്കും. അപ്പോൾ എനിക്കൊരു സംശയം, അങ്ങനെ ദൈവം നേരിട്ട് ഇത് പറയുമോ? പറയും എന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 27 അല്ലെങ്കിൽ 28, 29 തിരുലിഖിതങ്ങളാണ്. ഇതിൽ നിങ്ങൾ വിസ്മയിക്കണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം കേൾക്കുന്ന സമയം ഇതാ വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഉയർപ്പ് ആർക്കെല്ലാം ഉണ്ട്? വിശുദ്ധന്മാർക്ക് മാത്രമുള്ളോ? പിന്നെ ആർക്കൊക്കെ ഉണ്ട്? എല്ലാ മനുഷ്യർക്കും, ദുഷ്ടന്മാർക്കും ശിഷ്ടന്മാർക്കും ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. ദുഷ്ടന്മാർക്കും ശിഷ്ടന്മാർക്കും ഉയർപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന സർവ്വ മനുഷ്യരും, ഇവിടെ ഇരിക്കുന്നത് മാത്രമല്ല, ആദത്തിന്റെ കാലം തൊട്ട് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നിട്ടുള്ള സർവ്വ മനുഷ്യരും, ദുഷ്ടനാകട്ടെ ശിഷ്ടനാകട്ടെ പാപിയാകട്ടെ വിശുദ്ധനാകട്ടെ, യേശുക്രിസ്തുവിന്റെ സ്വരം കേൾക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് അവരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് വരും. എന്നിട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. എന്ന് പറഞ്ഞാൽ മരിച്ചപ്പോൾ സ്വർഗമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ അവരുടെ ശരീരങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സൂര്യനെ പോലെ പ്രകാശിക്കും. ഈ ഭൂമിയിൽ നിന്ന് കുറേ സൂര്യന്മാർ ഇതിനുള്ളിൽ നിന്ന് പൊട്ടി മൊള്ളിക്ക് വന്നെങ്ങനെ, അതേമാതിരി ഓരോരുത്തരും സൂര്യനെ പോലെ പ്രകാശമുള്ള ശരീരം ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലും. നമ്മൾ മരിക്കുമ്പോൾ നരകത്തിലേക്കാണ് പോയതെന്ന് വിചാരിക്കുക. നരകത്തിലേക്കാണ് പോയതെങ്കിൽ കരിക്കട്ടകൾ കരിമ്പടക്കെട്ട് പോലെ ലജ്ജ കൊണ്ടും നിത്യനിന്ദ കൊണ്ടും മൂടപ്പെട്ട് അങ്ങനെ കരിമ്പൂതം പോലെ കുറേ സാധനങ്ങൾ പൊങ്ങി വരും. അതെവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതാണ് ദാനിയേൽ പ്രവചനത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം. പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും അനേകർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും വേണ്ടി തന്നെ. നിങ്ങളുടെ ഭർത്താവ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പിതാവിന്റെ രാജ്യത്ത് ഈ സ്വഭാവത്തിൽ ജീവിച്ചാൽ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കുമോ?
നിങ്ങളുടെ ഭാര്യ ഈ സ്വഭാവത്തിൽ ജീവിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഒരുമിച്ച് സ്വർഗത്തിൽ ഉണ്ടാവുമോ? സൂര്യനെ പോലെ പ്രശോഭിക്കുമോ? അതോ കരിമ്പൂതം പോലെ മുട്ടം തെറി പറഞ്ഞ് അപ്പുറത്തെ സൈഡിലായിരിക്കുമോ? നിന്റെ ഭാര്യയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ദൈവത്തിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ വേറെ ആര് നോക്കിയാലും നേരാകാത്തതാ. അതുകൊണ്ട് നിന്നെ വിശ്വസിച്ച് നിന്നെ ഏൽപ്പിച്ചതേ ഇതിനെങ്ങനെയെങ്കിലും യേശുവിൻ്റെ രണ്ടാം വരവിൽ സൂര്യനെ പോലെ പ്രഭയുള്ളത് സ്വർഗത്തിൽ നിർത്താൻ നിനക്ക് മാത്രമേ പറ്റൂ എന്ന് കണ്ടിട്ടാണ് നിന്റെ കൈ ഏൽപ്പിച്ചത്. നിന്റെ ഭർത്താവിനെ അങ്ങനെ തന്നെ, നിന്റെ മക്കളെ അങ്ങനെ തന്നെ. വേറെ പലരെ ഏൽപ്പിക്കാറുണ്ട് ഈ മക്കളെ. അതുങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ പണ്ടേ ചിന്ന ഭിന്നമായി പോയേനെ. അതുകൊണ്ട് ആരും ഏൽപ്പിക്കാതെ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇവർ ഉയർത്തെഴുന്നേൽക്കുമ്പം കരിമ്പോതം പോലെ ആകാതെ, നിത്യലജ്ജ കൊണ്ട് നിത്യനിന്ദ കൊണ്ട് മൂടപ്പെട്ടൊരവസ്ഥയിൽ ഉയർത്തെഴുന്നേൽക്കാതെ നീതിമാന്മാരോടുകൂടെ നിത്യസൂര്യനായി സ്വർഗത്തിൽ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ ഇവർ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാ നിന്റെ മക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അതിന് ചിലപ്പോൾ രോഗം കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെ. അതിനെ പഴിക്കരുത്, അതിനെക്കുറിച്ച് ഭാരപ്പെടരുത്. ഇന്ന് കുറച്ച് കഷ്ടവും കുറച്ച് ക്ലേശം ഉണ്ടായിരിക്കാം സഹോദരങ്ങളെ. ഒരുപക്ഷെ നമ്മൾ ഇത്തിരി നീ പള്ളിയിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്ക്, നീ ദേവാലയത്തിലേക്ക് വാ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറി പറയും. ഇന്നത്തെ തെറി സാരമില്ല, അന്നത്തെ തെറി ഓർത്ത് ഇന്നൊന്നുമല്ല, ഇത് സാരമില്ല. ഈ തെറി കേട്ട് നിങ്ങളിത് പറയണം. ദൈവഭക്തിയിലേക്ക്, വിശുദ്ധിയിലേക്ക് മക്കളെ കൊണ്ടുവരണം സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇന്നൊരു ക്യാൻസറോ അല്ലെങ്കിൽ ഒരു രോഗമോ ഒരു തകർച്ചയോ കടബാധ്യതയോ വന്ന സാരമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കും നമ്മുടെ ജീവിത പങ്കാളിക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും വേണ്ട മുഖ്യ വിചാരം, എൻ്റെ ജീവിതം എൻ്റെ ദൈവം ഈ ഒരു രോഗം അയച്ചപ്പോൾ സ്വർഗത്തിലേക്ക് ഒരു പടി കൂടെ എൻ്റെ കുടുംബത്തെ ഉയർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഉപവസിക്കും, അതിനുവേണ്ടി ഞാൻ കൊന്തയെല്ലും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ വിഷമിച്ചും കഷ്ടപ്പെട്ടും പ്രാർത്ഥിക്കണം. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും വചനം പഠിപ്പിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കണ്ണീരോടെ വിതച്ചാൽ അന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ട സമയത്ത് നമ്മുടെ മക്കളും നമ്മുടെ ജീവിത പങ്കാളിയും നമ്മുടെ മാതാപിതാക്കളും എല്ലാവരും സൂര്യനെ പോലെ പിതാവിൻ്റെ വലതുവശത്ത് നിൽക്കുന്നത്, യേശുവിൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ അന്ന് നമുക്ക് സാധിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. Lord Jesus. ഹല്ലേലൂയ. ഓരോ ഹൃദയത്തിൻ്റെയും രഹസ്യ വേദനകളെ അറിയുന്നവനാണ് അവിടുന്ന് സ്പർശിച്ചാൽ സകലതും സൗഖ്യം പ്രാപിക്കും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശരീരത്തിന്റെ വേദനകൾ, മനസ്സിന്റെ ആകുലങ്ങൾ, ആത്മാവിന്റെ നൊമ്പരങ്ങൾ സർവ്വതും സമർപ്പിച്ച് യേശുവിനെ നമുക്ക് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹരിവരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഹല്ലേലൂയ.
Lord Jesus.